രാഷ്ട്രീയ അരങ്ങേറ്റം ഗംഭീരമാക്കി ഉത്തർപ്രദേശിൽ പ്രിയങ്ക ഗാന്ധിയുടെ റോഡ് ഷോ. രാഹുൽ ഗാന്ധിക്കൊപ്പമാണ് ലക്നൌ തെരുവിലൂടെ രാഷ്ട്രീയ യാത്ര തുടങ്ങിയത്. പ്രിയങ്കയുടെ വരവോടെ പ്രതാപകാലം തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയാണ് പ്രവർത്തകർക്ക് ഇപ്പോൾ. പ്രിയങ്ക ഭാഗ്യം കൊണ്ടുവരുമോ? ഉത്തർപ്രദേശിൽ വേരുണങ്ങിയ കോൺഗ്രസിന് പ്രിയങ്ക പുതുജീവനാകുമെന്ന് കരുതുന്നവർ ഏറെ. ബി.ജെ.പിക്ക് നല്ല വളക്കൂറുള്ള UP തലസ്ഥാനം ലക്നൌവിലാണ് പ്രിയങ്കയുടെ രാഷ്ട്രീയ അരങ്ങേറ്റം. മൂവർണ്ണ കൊടിയേന്തി കയ്യിൽ പൂക്കളുമായി പ്രിയങ്കയെ കാത്തിരുന്ന നൂറുകണക്കിന് പ്രവർത്തകർ. പ്രിയങ്കയെ വിളിക്കൂ, കോൺഗ്രസിനെ രക്ഷിക്കൂ എന്ന് വർഷങ്ങളായി വിളിച്ചു പറഞ്ഞവർ പ്രിയ നേതാവിനെ നോക്കി ആർപ്പു വിളിച്ചു. ആരെയും വിട്ടുപോകാതെ എല്ലാവരെയും നോക്കി കൈവീശുന്നുണ്ടായിരുന്നു പ്രിയങ്ക. UP നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് അഖിലേഷിനൊപ്പം രാഹുൽ റാലി നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. ഇപ്പോൾ SP-യും കോൺഗ്രസിനെ കൈവിട്ടപ്പോൾ പ്രിയങ്കയുടെ കൈപിടിച്ച് രാഹുൽ UP-യിൽ പൊരുതുമെന്ന് ഉറപ്പിക്കുകയാണ്. बीजेपी नरेंद्र मोदी जी की विचारधारा जनता को तोड़ने, नफरत फैलाने की, देश को कमजोर करने की विचारधारा. അമ്മയുടെയും സഹോദരന്റെയും തെരഞ്ഞെടുപ്പ് കാലത്ത് റായ്ബറേലിയിലും അമേഠിയിലും പ്രചരണത്തിന് പോയ പ്രിയങ്ക ഇനി UP-യിലും UP-ക്ക് പുറത്തും കോൺഗ്രസിനായി പ്രചാരണം നടത്തും. ഇന്ദിരയുമായാണ് പ്രിയങ്കയെ താരതമ്യം ചെയ്യാറുള്ളതെങ്കിലും ഇന്ദിരയുടെ രാഷ്ട്രീയ പ്രവേശനം കോൺഗ്രസിന്റെ നല്ല കാലത്തായിരുന്നു. പ്രതാപകാലത്തേക്ക് പാർട്ടിയെ മടക്കിക്കൊണ്ടുവരികയെന്നതാണ് പ്രിയങ്കയുടെ വെല്ലുവിളി. വാനോളം പ്രതീക്ഷകളാണ് പ്രവർത്തകർക്ക്. അവരുടെ ഇടയിലേക്കാണ് പ്രിയങ്കയുടെ യാത്ര. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. 1971 ഇന്ത്യ പാക് യുദ്ധവിജയത്തോടെയാണ് ഇന്ദിരാഗാന്ധി ദുർഗയാകുന്നത്. ഇന്ന് പ്രിയങ്ക ഗാന്ധിയാണ് കോൺഗ്രസ് പ്രവർത്തകർക്ക് ദുർഗയുടെ അവതാരം. ഉത്തർപ്രദേശ് പര്യടനത്തിനെത്തിയ ACC ജനറൽ സെക്രട്ടറിയെ വരവേറ്റത് ദുർഗയായി ഉപമിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകൾ. ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ യുദ്ധവിജയം അതായിരുന്നു 1971 ഇന്ത്യ പാകിസ്ഥാനുമേൽ നേടിയത്. 13 ദിവസം നീണ്ട യുദ്ധത്തിൽ പാകിസ്ഥാൻ ഇന്ത്യക്ക് മുന്നിൽ അടിയറവ് പറഞ്ഞു. രാഷ്ട്രീയ കക്ഷികൾ ഇന്ദിരയെ ദുർഗയെന്ന് വിശേഷിപ്പിച്ചു. All the world admires a deed well done, and I think with all modesty we can say that we have done this action well, raising our nation to new heights of quality and of excellence. I thank you once again, and I want to also welcome. കിഴക്കൻ UP-യുടെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി. ലക്നൌവിലെ തെരുവിൽ കോൺഗ്രസ് പ്രവർത്തകർ സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡിലാണ് പ്രിയങ്കയെ ദുർഗയായി അവതരിപ്പിച്ചിരിക്കുന്നത്. പ്രിയങ്ക ദുർഗയുടെ അവതാരമാണെന്നും ബോർഡിൽ കുറിച്ചിരിക്കുന്നു. പ്രിയങ്കയിൽ ഇന്ദിരയെ കാണുന്ന പ്രവർത്തകരുണ്ട്. ഇന്ദിര തിരിച്ചെത്തിയെന്ന് പറയുന്നവരുണ്ട്. 21ാം നൂറ്റാണ്ടിലെ ഇന്ദിരയെന്ന് വിശേഷിപ്പിക്കുന്നവരുണ്ട്. ആൾക്കൂട്ടത്തെ ആകർഷിക്കാൻ ശേഷിയുണ്ടെന്ന് പറയുന്നവരുണ്ട്. അതിനപ്പുറം കോൺഗ്രസിന് UP-യിൽ പുതുജീവൻ നൽകുമെന്ന് കരുതുന്നവരും ഏറെ. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. NDA സർക്കാരിൽ നിന്ന് വഴിപിരിഞ്ഞ TDP-യുടെ ഇപ്പോഴത്തെ പ്രധാന ശത്രു BJP-യും നരേന്ദ്രമോദിയുമാണ്. കഴിഞ്ഞ ദിവസം ഇരുവരും വ്യക്തിപരമായ ആക്ഷേപങ്ങൾ ചൊരിഞ്ഞതിന് പിന്നാലെയാണ് ആന്ധ്രയ്ക്ക് പ്രത്യേക പദവി വേണമെന്ന ആവശ്യവുമായി രാജ്യതലസ്ഥാനത്ത് ചന്ദ്രബാബു നായിഡുവിന്റെ ഉപവാസം. പ്രതിപക്ഷ നേതാക്കളും ആന്ധ്രയുടെ ആവശ്യത്തിന് പിന്തുണയുമായി രംഗത്തെത്തിയതും ശ്രദ്ധേയമായി. ആന്ധ്രയ്ക്ക് പ്രത്യേക പദവി നൽകുമെന്ന വാഗ്ദാനത്തിൽ വിശ്വസിച്ചായിരുന്നു TDP NDA-ക്കൊപ്പം കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായത്. NDA അധികാരത്തിലെത്തി 4 വർഷം കഴിഞ്ഞിട്ടും പ്രത്യേക പദവി എന്ന വാഗ്ദാനം മാത്രമായതോടെയാണ് ബന്ധം ഉപേക്ഷിക്കാൻ TDP നിർബന്ധിതരായത്. ഇതിനെ ചൊല്ലി ഇരുപക്ഷവും പരസ്പരം വിമർശനം ഉന്നയിക്കുന്നതിനിടയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ആന്ധ്രയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചന്ദ്രബാബു നായിഡുവിനെ ചതിയനെന്നും ഭാര്യാപിതാവായ NT രാമറാവുവിനെ അധികാരത്തിനായി പിന്നിൽ നിന്ന് കുത്തിയെന്നും ആരോപിച്ചു. വിവാഹമോചനം പോലും നൽകാതെ ഭാര്യയെ ഉപേക്ഷിച്ച വ്യക്തിയാണ് നരേന്ദ്രമോദിയെന്നായിരുന്നു ഇതിനുള്ള നായിഡുവിന്റെ മറുപടി.
ഇതിന് പിന്നാലെയാണ് ചന്ദ്രബാബു നായിഡുവും എംപിമാരും ഡൽഹിയിലെത്തി ഉപവാസ സമരം നടത്തിയത്. ഉപവാസ സമരത്തെ പിന്തുണച്ച് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കളുമെത്തി. We came here to protest against central government injustice as being done to Andhra Pradesh. On behalf of Andhra Pradesh, 5 crore people, I am warning this government. We came here to remind you what is in the Bifurcation Act. And also, we want to remind you, the then Prime Minister has announced special status. Your party is responsible for that. On the basis of that, you had alliance. ഇനി വരുന്ന സർക്കാരിലാണ് ആന്ധ്രയുടെ പ്രതീക്ഷ. അതുകൊണ്ട് തന്നെയാണ് വിശാല പ്രതിപക്ഷ സഖ്യമെന്ന ആശയം യാഥാർത്ഥ്യമാക്കാൻ ചന്ദ്രബാബു നായിഡു തന്നെ മുന്നിട്ടിറങ്ങിയത്. ബിജെപിക്കെതിരെ കടുത്ത ഭാഷയിൽ വിമർശനങ്ങൾ ഉന്നയിച്ച സ്ഥിതിക്ക് അധികാരത്തിലെത്തുന്നത് ബിജെപി സർക്കാരാണെങ്കിൽ ആന്ധ്രയ്ക്ക് കൂടുതലൊന്നും പ്രതീക്ഷിക്കാനിടയില്ല. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. തെലുങ്ക് ദേശം പാർട്ടിയുടെ ആവശ്യത്തോട് യോജിക്കുന്നുവെന്ന് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ന്യൂസ് 18നോട് പറഞ്ഞു. ആന്ധ്രയ്ക്ക് പ്രത്യേക പദവി നൽകണമെന്നാണ് കോൺഗ്രസിന്റെ നിലപാടെന്നും അദ്ദേഹം വ്യക്തമാക്കി. We stand by the people of Andhra Pradesh, and it is our common demand that whatever promises have been made to the people of Andhra Pradesh at the time of reorganization must be fulfilled. മക്കൾ രാഷ്ട്രീയത്തെ വിമർശിച്ച KSU എറണാകുളം ജില്ലാ കമ്മിറ്റിക്കെതിരെ സംസ്ഥാന നേതൃത്വം. മുതിർന്ന നേതാക്കളോടുള്ള അമിത വിധേയത്വത്തിന്റെ തെളിവാകുകയാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ നടപടി. പുത്രവാത്സല്യത്താൽ AK ആന്റണി അന്ധനായോ എന്നതായിരുന്നു KSUവിന്റെ ചോദ്യം. ഒരെണ്ണ സമരത്തിലൂടെ യുവനിരയുടെ കടന്നുവരവിന് നേതൃത്വം നൽകിയ AK ആന്റണി ആദ്യമായി MLA ആകുന്നത് 30-ാം വയസ്സിൽ. 78 വയസ്സ് പിന്നിടുമ്പോഴും ഇപ്പോഴും രാജ്യസഭാംഗം. തെരഞ്ഞെടുപ്പുകളിൽ യുവാക്കൾക്ക് അർഹമായ പ്രാതിനിധ്യം ലഭിക്കുന്നില്ലെന്ന പരാതി ഓരോ തെരഞ്ഞെടുപ്പിലും മുഴങ്ങാറുണ്ടെങ്കിലും അതൊന്നും പരിഗണിക്കപ്പെടാറില്ല. ഇത്തരത്തിലുള്ള മുറുമുറുപ്പുകൾക്കിടയിലാണ് AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയെ KPCC ഡിജിറ്റൽ മീഡിയ തലവനായി അവരോധിക്കുന്നത്. ഇതാണ് യുവാക്കളെ ചൊടിപ്പിച്ചതും സംഘടനയുടെ തലതൊട്ടപ്പനായ AK ആന്റണിക്കെതിരെ വിരൽ ചൂണ്ടിയതും. എന്നാൽ മുതിർന്ന നേതാവിനെ വിമർശിച്ച എറണാകുളം ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് വിശദീകരണം തേടാനായിരുന്നു സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം. അനാവശ്യമായി കാര്യമറിയാതെയുള്ള വിമർശനങ്ങൾ KSU പ്രവർത്തകർ നടത്താൻ പാടില്ല എന്ന കൃത്യമായിട്ടുള്ള നിർദ്ദേശം KSU ജില്ലാ പ്രസിഡന്റുമാർക്ക് നൽകിയിരിക്കുകയാണ്. പ്രമേയങ്ങളും അനാവശ്യ പ്രതികരണങ്ങളും, അത് പ്രത്യേകിച്ച് ഒരു പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കൂടി അടുത്തു നിൽക്കുന്ന സമയത്ത് സംഘടനയെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിലേക്കുള്ള അനാവശ്യ പരാമർശങ്ങൾ നടത്താൻ പാടില്ല എന്ന് കൃത്യമായിട്ട് നമ്മൾ അവരോട് പറഞ്ഞിരിക്കുകയാണ്. മുതിർന്ന നേതാക്കളോടുള്ള വിധേയത്വം കോൺഗ്രസിൽ ഇപ്പോഴും തുടരുന്നുവെന്നതിന്റെ തെളിവ് കൂടിയായി മാറി ഈ വിശദീകരണം തേടലും വിവാദം അനാവശ്യമാണെന്ന ന്യായീകരണവും. KSU എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് S ഭാഗ്യനാഥായിരുന്നു AK ആന്റണിക്കെതിരെ പ്രമേയം അവതരിപ്പിച്ചത്. ഇത്തവണ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കുമ്പോൾ യുവാക്കളുടെ വർഷങ്ങൾ പഴക്കമുള്ള പരാതി നേതാക്കൾ ഓർക്കാൻ കൂടിയാകണം പുത്രവാത്സല്യത്തിന്റെ കഥ നേതാക്കളെ KSU ഓർമ്മിപ്പിച്ചത്. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. വയനാട്ടിലെ വരത്തൻ വിവാദം കോൺഗ്രസിനുള്ളിൽ പൊട്ടിത്തെറിക്കുകയാണ്. വയനാട്ടിൽ ഇറക്കുമതി സ്ഥാനാർത്ഥി വേണ്ടെന്ന് യൂത്ത് കോൺഗ്രസും KSUവും ആവർത്തിച്ചു പറയുന്നു. യൂത്ത് കോൺഗ്രസിന് പരസ്യ പിന്തുണയുമായി KSUവും രംഗത്തെത്തി. സുരക്ഷിത മണ്ഡലത്തിനായി വയനാട് ചുരം കയറാൻ കോൺഗ്രസ് നേതാക്കൾ ക്യൂവിലാണ്. KC വേണുഗോപാലിന്റെയും MM ഹസന്റെയും ഷാനിമോൾ ഉസ്മാന്റെയും പേരുകൾ അന്തരീക്ഷത്തിലുണ്ട്. ഇതിനിടയിലാണ് വരത്തന്മാർ വയനാട് കയറേണ്ടെന്ന യൂത്ത് കോൺഗ്രസ് പ്രമേയം. മണ്ഡലത്തിൽ നിന്നില്ലെങ്കിൽ പോട്ടെ, മലബാറിൽ നിന്നുള്ള നേതാക്കൾ ആരെങ്കിലും മത്സരിക്കട്ടെ എന്നാണ് യൂത്തിന്റെ നിലപാട്. യൂത്ത് കോൺഗ്രസ് നിലപാടിന് ബലമേകി KSUവും പരസ്യമായി ഇറങ്ങി. മലബാറിനെ സംബന്ധിച്ച് മലബാറിലെ ഒരാൾ ഇത്തവണ പരിഗണിക്കപ്പെടണം എന്നുള്ളത് അത് KSUവിന്റെ യൂത്ത് കോൺഗ്രസിന് അതിനപ്പുറത്ത് മലബാറുകാരുടെ കൂടി ഒരു ആവശ്യമാണ്. ആ ആവശ്യത്തെ പറ്റി കൃത്യമായിട്ട് നേതാക്കളോട് ധരിപ്പിച്ചിട്ടുണ്ട്. ഈ പരിഗണനയുടെ ലിസ്റ്റിലുള്ള ആളുകളിൽ ആ പാർട്ടിയുടെ പരിഗണനയിലുള്ള കുറച്ച് ആളുകളൊക്കെ എനിക്കറിയാം. അപ്പോൾ അങ്ങനെ പരിഗണനയിലുള്ള ആളുകളിലൊക്കെ യുവാക്കളുണ്ട്, കൃത്യമായിട്ട് യുവാക്കളുണ്ട്. ഞാൻ പറയുന്നു, പ്രായം എന്നതൊരു പരിമിതിയായിട്ട് അല്ലെങ്കിൽ പ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ സീറ്റ് കൊടുക്കണം എന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം ഇത്ര പ്രായത്തിലുള്ള ആളുകൾ അവരുടെ കഴിവ്, വിജയസാധ്യത അത് നോക്കിയിട്ട് സീറ്റ് കൊടുക്കണം. മറ്റ് പ്രായത്തിന്റെ പേരിലൊക്കെ സീറ്റ് കൊടുക്കാൻ ഇത് 20-ൽ 20 സീറ്റും ജയിക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ് എങ്കിൽ അങ്ങനെയൊക്കെ അവകാശപ്പെടാനാണെങ്കിൽ അതുപോലെ പറയാം. പക്ഷെ അതല്ലല്ലോ. യൂത്ത് കോൺഗ്രസും KSUവും പറയാതെ പറയുന്നത് കോഴിക്കോട് DCC അധ്യക്ഷൻ T സിദ്ദിഖിന്റെ പേരാണ്. സ്ഥാനാർത്ഥിയാകാൻ കോഴിക്കോട് ജില്ലയിലെ മുഴുവൻ മണ്ഡലം പ്രസിഡന്റുമാരുടെയും പിന്തുണക്കത്ത് മുഗൾ വാസനിക്കിന് നൽകി സിദ്ദിഖ് അണിയറ നീക്കങ്ങൾ നടത്തിയിരുന്നു.
സീറ്റ് കൈവിടുമോ എന്ന ഘട്ടത്തിലാണ് KSUവും യൂത്ത് കോൺഗ്രസും രംഗത്തിറങ്ങിയത്. എസ് വിനേഷ് കുമാർ, ന്യൂസ് 18, കോഴിക്കോട്. അരിയിൽ ഷുക്കൂർ വധക്കേസിൽ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി P. ജയരാജനെതിരെ CBI കൊലക്കുറ്റം ചുമത്തി. TV രാജേഷ് MLAയ്ക്കും ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് തലശ്ശേരി കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നു. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കേന്ദ്ര സർക്കാർ CBIയെ രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണെന്ന് CPM ആരോപിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് P. ജയരാജനെതിരെ കൊലക്കുറ്റം ചുമത്തുമ്പോൾ CPM കനത്ത പ്രതിരോധത്തിലാകുകയാണ്. കണ്ണൂരിലെ അക്രമ രാഷ്ട്രീയം ദേശീയതലത്തിൽ ചർച്ചയാക്കിയ BJPയും കോൺഗ്രസും കുറ്റപത്രത്തെ മുഖ്യ പ്രചാരണ വിഷയമാക്കും. ബംഗാളിലേതുപോലെ കേരളത്തിലും CBIയെ ദുരുപയോഗം ചെയ്യുന്നുവെന്ന വാദത്തോടെ പിടിച്ചു നിൽക്കാനായിരിക്കും CPM ശ്രമിക്കുക. 2016 പിണറായി സർക്കാർ അധികാരത്തിലെത്തിയതു മുതൽ BJP ദേശീയതലത്തിൽ പ്രചാരണ വിഷയമാക്കിയതാണ് കണ്ണൂരിലെ അക്രമ രാഷ്ട്രീയം. അമിത്ഷാ ഉൾപ്പെടെയുള്ള നേതാക്കളെ കണ്ണൂരിലെത്തിച്ചും പദയാത്ര നടത്തിയും വിവിധ സംസ്ഥാനങ്ങളിൽ പ്രതിഷേധം സംഘടിപ്പിച്ചും BJP CPMനെ പ്രതിരോധത്തിലാക്കാൻ ശ്രമിച്ചു. TP കേസും ഷുക്കൂർ, ഷുഹൈബ് വധവും ഉയർത്തി കോൺഗ്രസും CPMനെ പ്രതിക്കൂട്ടിലാക്കിയിരുന്നു. പ്രളയത്തിലും ശബരിമല പ്രതിഷേധത്തിലും മുങ്ങിപ്പോയ അക്രമരാഷ്ട്രീയ ചർച്ച വർദ്ധിച്ചു വരുത്തോടെ പൊടി തട്ടിയെടുക്കാൻ P. ജയരാജനെതിരായ കുറ്റപത്രം എതിരാളികൾക്ക് തുണയാകും. തലിബാൻ തീവ്രവാദികൾ പോലെ ചെയ്യാത്ത രൂപത്തിലാണ് ആ ചെറുപ്പക്കാരനെ കൊലപ്പെടുത്തിയത്. തീർച്ചയായിട്ടും ഈ CBIയുടെ ഈ ഒരു അന്വേഷണത്തെക്കുറിച്ച് എനിക്ക് സന്തോഷമാണ്. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി തന്നെ കൊലക്കേസിൽ പ്രതിയാകുമ്പോൾ CPM കേന്ദ്ര നേതൃത്വവും മറുപടി പറയേണ്ടി വരും. കണ്ണൂരിൽ സജീവമായി പരിഗണിക്കാമായിരുന്ന ഒരു പേര് കൂടിയാണ് P. ജയരാജന്റേത്. തെക്കൻ ജില്ലകളിൽ ശബരിമല വിഷയവും വടക്കൻ ജില്ലകളിൽ അക്രമരാഷ്ട്രീയവും പ്രചാരണ വിഷയമാക്കുക എന്ന ദ്വിമുഖ തന്ത്രം കോൺഗ്രസും BJPയും പുറത്തെടുക്കുമ്പോൾ അതിനെ അതിജീവിക്കാൻ CPMനേറെ പാടുപെടേണ്ടി വരും. കേന്ദ്ര സർക്കാർ CPMനെ ദുരുപയോഗം ചെയ്യുന്നു, തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഗൂഢാലോചന തുടങ്ങിയ വാദങ്ങളാണ് CPM നിരത്തുന്നത്. പാർലമെന്റ് ഇലക്ഷൻ വരാൻ പോകുന്ന ഈ സന്ദർഭത്തിൽ കണ്ണൂർ ജില്ല പോലെയുള്ള ഒരു ജില്ലയുടെ സെക്രട്ടറിയെ ഇങ്ങനെ ഒരു കേസിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നു എന്ന് പറയുന്നത് അത് കൃത്യമായ രാഷ്ട്രീയ അജണ്ടയാണ്. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിലെ അക്രമ രാഷ്ട്രീയം CPMനെ അലട്ടുന്ന വിഷയങ്ങളിൽ ഒന്നായി മാറുമെന്ന് ഉറപ്പ്. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവമായി നിൽക്കെ മനസ്സ് തുറന്ന് അരൂർ MLA AM ആരിഫ്. പാർട്ടി പറഞ്ഞാൽ ആലപ്പുഴയിൽ മത്സരിക്കുമെന്ന് AM ആരിഫ് ന്യൂസ് 18നോട് പറഞ്ഞു. ശരണ്യ സ്നേഹജൻ തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്ക്. ആലപ്പുഴയിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കുന്ന ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികളിൽ ഒരാളാണ് AM ആരിഫ്. അദ്ദേഹം നമ്മളോടൊപ്പം ഉണ്ട്. ഒരു കല്യാണ വീട്ടിലാണ്. ഇതുപോലെ തന്നെയാണ് എല്ലായിടത്തും ഇത്തരം വേദികളിലൊക്കെ വളരെ സജീവമായുള്ള ഒരാളാണ്. എങ്ങനെയുണ്ട് ഒരു ഗ്ലാമർ കാൻഡിഡേറ്റ് മത്സരം എന്ന് പറയേണ്ടിയിരിക്കുന്നു ആലപ്പുഴ? കാരണം നിലവിലുള്ള ഒരു MP KC വേണുഗോപാലാണ്. പാർട്ടിയാണ് ആരൊക്കെ എവിടെയൊക്കെ മത്സരിക്കേണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത്. പാർട്ടി പറഞ്ഞാൽ പഞ്ചായത്ത്, പാർട്ടി പറഞ്ഞാൽ പാർലമെന്റ്, പാർട്ടി പറഞ്ഞാൽ നിയമസഭ. പാർട്ടി മത്സരിക്കേണ്ടെന്ന് പറഞ്ഞാൽ മത്സരിക്കത്തില്ല. അതിനപ്പുറമായി ഒരു തീരുമാനവും വ്യക്തിപരമായി ഉള്ള തീരുമാനങ്ങളിൽ CPMനെ സംബന്ധിച്ചിടത്തോളം പ്രസക്തിയുള്ള കാര്യമേ അല്ല എന്നറിയാലോ. മത്സരിക്കാതിരിക്കുക എന്നതൊക്കെ രണ്ടാമതുള്ളൊരു കാര്യം. അതിനപ്പുറത്തേക്ക് ഇടതുപക്ഷത്തിന്റെ ഒരു വിജയ സാധ്യത ഇപ്പോൾ അപ്രതീക്ഷിതമായി താങ്കൾ ഒരു കാൻഡിഡേറ്റ് ആയിട്ട് വരികയാണെങ്കിൽ തന്നെ ഇടതുപക്ഷത്തിന്റെ ഒരു സാധ്യതകൾ എന്തൊക്കെയായിരിക്കും? ഞാനായാലും മറ്റൊരാളായാലും ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യമുള്ള സ്ഥാനാർത്ഥി വിജയിക്കുമെന്ന് 100% ഉറപ്പാണ്. കേരളത്തിൽ തന്നെ എക്സിറ്റ് പോളുകളും സർവേകളും ഒക്കെ പറയുന്നത് കേരളത്തിന് കോൺഗ്രസിന് ഒരു വലിയ ട്രെൻഡ് ഉണ്ടാവും. 14 എന്നൊക്കെ ഉള്ള ഒരു കണക്കിലേക്കൊക്കെ വലിയ ഭീമമായ കണക്കുകളിലേക്കൊക്കെ പോകുന്നുണ്ട്. എങ്കിൽ പോലും ഒരു CPM അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രവർത്തകൻ എന്നുള്ള രീതിയിലും MLA എന്നുള്ള രീതിയിലും എങ്ങനെയായിരിക്കും ഒരു വോട്ട് ഷെയർ ചെയ്തു പോകുന്നത് കണക്കാക്കുന്നത്? തെലങ്കാനയിൽ എല്ലാ എക്സിറ്റ് പോൾ പ്രവചനങ്ങളും എല്ലാ സർവേ ഫലങ്ങളും അട്ടിമറിച്ചുകൊണ്ടാണ് അവിടെ ചന്ദ്രശേഖർ റാവു നല്ല വിജയം കരസ്ഥമാക്കിയത്. അപ്പം അത്തരം പോൾ പ്രവചനങ്ങളൊക്കെ തന്നെ ഒരു സാങ്കല്പികം മാത്രമാണ്, എല്ലാം ശരിയാണോന്നൊന്നുമില്ല. കേരളത്തിലാണെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ പൊതു ട്രെൻഡാണ് എന്നുള്ളത് കൊണ്ടാണ് ഈ ശബരിമല വിഷയം ഇങ്ങനെ ത്രസിച്ചു നിൽക്കുന്ന സമയത്ത് നടന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, പ്രത്യേകിച്ച് ബ്ലോക്ക് പഞ്ചായത്തുകൾ പോലുള്ള കൂടുതൽ വാർഡുകൾ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലെ മത്സരങ്ങളിലും LDF നല്ല തകർപ്പൻ വിജയമാണ് കരസ്ഥമാക്കിയത്. ഇത് തന്നെയാണ് അഭിപ്രായം. എന്തായാലും ആലപ്പുഴയുടെ തെരഞ്ഞെടുപ്പ്, പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആലപ്പുഴയിൽ ഏറ്റവും അധികം ഇടതുപക്ഷം ചർച്ച ചെയ്യുന്ന പേരുകളിലൊന്നാണ് AM ആരിഫ് MLA. മാത്രമല്ല അദ്ദേഹം അരൂർ നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത് കൊണ്ട് തന്നെ മറ്റ് ജില്ലാ കമ്മിറ്റിയിലടക്കമുള്ള മറ്റ് എതിർപ്പുകളെ അല്ലെങ്കിൽ ഇരു വിഭാഗങ്ങളുടെയും എതിർപ്പുകളെ മറികടന്ന് മുന്നോട്ട് വരികയാണെങ്കിൽ തീർച്ചയായും AM ആരിഫിന്റെ പേര് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ 1ാം സ്ഥാനത്ത് വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വോട്ടിന്റെ വോട്ടിലിനി മണ്ഡല പര്യടനം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തെല്ലാം ഇടതുമുന്നണിക്ക് തലവേദനയാണ് എറണാകുളം.
ഒരേ ഒരു തവണയാണ് പാർട്ടി ചിഹ്നത്തിൽ ഇടത് സ്ഥാനാർത്ഥി എറണാകുളത്ത് നിന്ന് ഡൽഹിയിലെത്തിയത്. ബാക്കിയെല്ലാം ഇടത് സ്വതന്ത്രം. ഇത്തവണയും സ്ഥാനാർത്ഥിക്കായി തലപുകയ്ക്കുകയാണ് ഇടതുമുന്നണി. CPM ടിക്കറ്റിൽ വിശ്വനാഥ മേനോൻ, പിന്നീട് എറണാകുളം ഇടത്തോട്ട് തിരിഞ്ഞത് 96-ൽ. മുന്നണി പിടിച്ച സേവ്യർ അറക്കൽ KV തോമസിനെ വീഴ്ത്തി ജയിച്ചു കയറി. 97-ലും 2003-ലും നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ സെബാസ്റ്റ്യൻ പോൾ. 2004-ൽ എഡ്വേർഡ് എടേഴത്തിന് 70,000-ൽ പരം വോട്ടുകൾക്കാണ് സെബാസ്റ്റ്യൻ പോൾ മലർത്തിയടിച്ചത്. ഉപതെരഞ്ഞെടുപ്പുകളടക്കം 17 വട്ടം ലോക്സഭയിലേക്ക് നടന്ന പോരാട്ടത്തിൽ 5 തവണ മാത്രമാണ് എറണാകുളം ഇടതിനെ തുണച്ചത്. ഇത്തവണ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുമോ CPM? മത്സരിച്ചാൽ സ്ഥാനാർത്ഥികളുടെ പരിഗണനാ പട്ടികയിൽ ആദ്യ പേരുകാരൻ P. രാജീവാകും. 2009-ൽ പാർട്ടി ചിഹ്നത്തിൽ സിന്ധു ജോയിയെ CPM രംഗത്തിറക്കിയപ്പോൾ KV തോമസ് വിറച്ചു. 2014-ൽ ക്രിസ്റ്റി ഫെർണാണ്ടസ് സ്വതന്ത്രനായി എത്തിയപ്പോൾ KV തോമസിന്റെ ഭൂരിപക്ഷം ഉയർന്നു. ഇത്തവണയും സ്വതന്ത്രനെ മണ്ഡലമേൽപ്പിക്കുമോ CPM? അങ്ങനെ വന്നാൽ കേരള ലാറ്റിൻ കാത്തലിക് കൗൺസിൽ സെക്രട്ടേറിയറ്റ് അംഗം ഷാജി ജോർജ്, സെബാസ്റ്റ്യൻ പോളിന്റെ മകൻ റോൺ സെബാസ്റ്റ്യൻ എന്നിവരെയാകും LDF പരിഗണിക്കുക. തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ഒരു തീരുമാനവുമായിട്ടില്ലെന്നാണ് നേതാക്കൾ പറയുന്നത്. യഥാർത്ഥത്തിൽ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച ആശയക്കുഴപ്പമാണ് തീരുമാനം വൈകാൻ കാരണം. N. ശ്രീനാഥ്, News 18, കൊച്ചി. 1993-ൽ ഒറ്റപ്പാലത്ത് നിന്നും MP, 2019-ൽ ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്. ഇതിനിടയിൽ CPM വിട്ട് കോൺഗ്രസിലേക്ക് പോവുകയും തിരികെ വരികയും ചെയ്ത കഥ കൂടിയുണ്ട്. S. ശിവരാമൻ. KR നാരായണൻ ഉപരാഷ്ട്രപതിയായപ്പോൾ നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് S. ശിവരാമനെ CPM ഒറ്റപ്പാലത്ത് പരീക്ഷിച്ചത്. പരീക്ഷണം വിജയിച്ചു. ശിവരാമൻ MP ആയി. പിന്നെ ഒറ്റപ്പാലത്തിന്റെ ചുവപ്പ് മങ്ങിയില്ല. പഴയ ഒറ്റപ്പാലം ആലത്തൂരായപ്പോഴും അത് തുടർന്നു. എന്നാൽ ഒറ്റപ്പാലത്തെ ചുവപ്പിച്ച ശിവരാമൻ ഇടയ്ക്ക് വഴിമാറി സഞ്ചരിച്ചു. 2010-ൽ കോൺഗ്രസിൽ ചേർന്നു. 5 വർഷത്തിന് ശേഷം CPM-ൽ തിരിച്ചെത്തി. ഇപ്പോൾ ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്. ഇടക്കാലത്ത് പാർട്ടിയിൽ നിന്നും രാജിവെച്ചതിൽ വലിയ കുറ്റബോധമുണ്ടെന്ന് S. ശിവരാമൻ പറയുന്നു. പാർട്ടിയിലുള്ള ആളുകളുടെ വിലയും പാർട്ടി നമ്മുടെ ലീഡർഷിപ്പിൽ അല്ലെങ്കിൽ കോംറേഡ്ഷിപ്പ് എന്നുള്ളത് നമ്മൾ SFI ഒക്കെ ആകുമ്പോഴുള്ള ഒരു അനുഭവം വിട്ടുന്നപ്പോഴാണ് ശരിക്കും അത് ഫീൽ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നമ്മൾ കോംറേഡ് ആവുക എന്നുള്ളത് നമ്മളെന്താ വെച്ചാലും ഒരു തെറ്റിയ പിന്നെ തിരുത്തണമല്ലോ. MP-യിൽ നിന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിലേക്കുള്ള യാത്രയെ ശിവരാമൻ വിലയിരുത്തുന്നത് ഇങ്ങനെ: തിരിച്ചു വന്നു, പഴയ നമ്മുടെ സഖാക്കളൊക്കെ ആയിട്ടൊരു പഴയൊരു ബന്ധം, അതിനൊരു വലിയ ഇതായിരുന്നു. നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ട് നമ്മൾ കുറച്ച് നാട് വിട്ടു പോയിട്ട് തിരിച്ചു വന്നുള്ള ഒരു വീടും പരിസരമൊക്കെ നമ്മുടെ ആളുകളെ കാണുമ്പോൾ ഒരു സന്തോഷം തന്നെ. ആലത്തൂരിൽ LDF സ്ഥാനാർത്ഥി ആരാകുമെന്ന ചർച്ചകൾ മുറുകുമ്പോൾ ഇനിയൊരു പാർലമെന്റ് സീറ്റ് മോഹം ഇല്ലെന്ന് ശിവരാമൻ വ്യക്തമാക്കുന്നു. പ്രസാദ് ഉടുമ്പശ്ശേരി, News 18, പാലക്കാട്. ഇനി സ്റ്റാർ വോട്ടിൽ ഭാഗ്യലക്ഷ്മി. ആദ്യമായിട്ട് വോട്ട് ചെയ്തത് മദ്രാസിൽ വെച്ചാണ്. സത്യം പറഞ്ഞാൽ രാഷ്ട്രീയം എന്താണ്, ആർക്ക് വോട്ട് ചെയ്യണം, എന്തിനാണ് വോട്ട് ചെയ്യുന്നത് ഒന്നും അറിഞ്ഞുകൂടായിരുന്നു ആദ്യത്തെ വോട്ട്. അന്ന് മദ്രാസിൽ എപ്പോഴും അടക്കി വാഴുന്നത് MGR ആയതുകൊണ്ട് MGRന് തന്നെയായിരുന്നു വോട്ട് ചെയ്തത്. തിരുവനന്തപുരത്ത് വന്നപ്പോഴും ഇങ്ങനെ വീട്ടിലെല്ലാവരോടും ആർക്ക് വോട്ട് ചെയ്യണം, ഇവിടെ MGR ഒന്നും ഇല്ലല്ലോ, അപ്പോൾ ആർക്ക് വോട്ട് ചെയ്യണം, അവിടെ പറയുന്നവർക്ക് വോട്ട് ചെയ്യുക എന്നുള്ളൊരു സ്വഭാവമായിരുന്നു. CPIയുടെ PKV സാറ് ഇലക്ഷനിൽ നിന്നപ്പോൾ അദ്ദേഹം വന്ന് വോട്ട് ചോദിച്ചു വീട്ടിൽ. അങ്ങനെ വന്ന് സംസാരിച്ചപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ വോട്ട് ചെയ്തത് PKV സഖാവിനായിരുന്നു. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് എല്ലാ കാലവും ഇടതുപക്ഷത്തിന് തന്നെയാണ് ഞാൻ വോട്ട് ചെയ്യുന്നത്. വിവിധ ഘട്ടങ്ങളിലായി മാസങ്ങളോളം നീണ്ട തെരഞ്ഞെടുപ്പ് പ്രക്രിയയാണ് ഇന്ത്യയിൽ. തെരഞ്ഞെടുപ്പ് നടത്താൻ പ്രത്യേക ദിനമൊന്നും നമുക്കില്ല. എന്നാൽ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലെയും സ്ഥിതി ഇതല്ല. ഇനി നോക്കാം ലോക വോട്ട് വിശേഷം. ഭൂരിപക്ഷം രാജ്യങ്ങളിലും ഞായറാഴ്ചയാണ് വോട്ട് ദിനം. കാനഡ തിങ്കളാഴ്ചയും ബ്രിട്ടൻ വ്യാഴാഴ്ചയും ഓസ്ട്രേലിയയും ന്യൂസിലൻഡും ശനിയാഴ്ചകളിലുമാണ് പൊതുവെ വോട്ട് ചെയ്യാറ്. അമേരിക്കയിലാകട്ടെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നവംബർ 2-നും 8-നും ഇടയിലുള്ള ചൊവ്വാഴ്ചയിൽ. ഇന്ത്യയിലാകട്ടെ അങ്ങനെയൊരു ദിവസമേയില്ല. 2014-ൽ 5 ആഴ്ചകളിലായി
9 ഘട്ടങ്ങളിലായിരുന്നു നമ്മുടെ തെരഞ്ഞെടുപ്പ്. ദിനത്തിൽ മാത്രമല്ല പ്രത്യേകതകൾ. ഓസ്ട്രേലിയയിൽ വോട്ട് ചെയ്യുക നിയമപരമായി നിർബന്ധമാണ്. വോട്ട് ചെയ്യാത്തവർക്കെതിരെ പിഴയും ക്രിമിനൽ നടപടികളും പോലുമുണ്ട്. എസ്റ്റോണിയയിലാകട്ടെ വോട്ടർമാർക്ക് ഓൺലൈനായി സമ്മതിദാവകാശം ഉപയോഗിക്കാം. 2015 സൗകര്യം പ്രയോജനപ്പെടുത്തിയത് 30% പേർ. തെരഞ്ഞെടുപ്പ് ജോലികളിൽ ഏർപ്പെടുന്നവർക്ക് പോസ്റ്റൽ ബാലറ്റ് ഉള്ളതുപോലെ ബഹിരാകാശ പേടകത്തിലുള്ള യാത്രക്കാർക്കുമുണ്ട് വോട്ട്. ഇമെയിൽ ഉൾപ്പെടെയുള്ള സങ്കേതങ്ങളിലൂടെ ബഹിരാകാശ യാത്രികർക്ക് വോട്ട് ചെയ്യാൻ അമേരിക്കയിലും ഫ്രാൻസിലും റഷ്യയിലും ഉൾപ്പെടെ സംവിധാനങ്ങൾ. അത്ര പുരോഗമനമല്ല പക്ഷേ എല്ലായിടത്തും വോട്ടിംഗ്. ചിലിയിൽ 2012 വരെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വെവ്വേറെ പോളിംഗ് ബൂത്തുകളായിരുന്നു. നിരക്ഷരത രൂക്ഷമായ ഗാംബിയയിൽ സ്ഥാനാർത്ഥികളുടെ ചിത്രമുള്ള പെട്ടികളിൽ ഗോലിയിട്ടാണ് വോട്ടിംഗ്. അടുത്ത തെരഞ്ഞെടുപ്പിലെങ്കിലും ബാലറ്റിലേക്ക് മാറാനാണ് ഇവിടെ ഇപ്പോൾ തയ്യാറെടുപ്പുകൾ. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18.